ശ്വേതാമേനെതിരെ ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ്. അശ്ലീല സിനിമകൾ അഭിനയിച്ചു എന്ന് പറഞ്ഞതാണ് പരാതി വന്നിരിക്കുന്നത്. ഈ പരാതി വരുന്ന സാഹചര്യത്തിൽ തന്നെ ശ്വേതാമേൻ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിക്കുന്നതും ഈ വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അസംബന്ധവും അരോചകവുമായിട്ടുള്ളൊരു പരാതിയാണ് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഈ ആൾ കൊടുത്തേക്കണം. ഇയാൾ കൊടുത്തേക്കുന്ന പരാതിയിലെ ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ, എന്നാലേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. ഈ കേസിലെ പ്രതിയായ ശ്വേതാ മേനോൻ സിനിമയിലും പരസ്യങ്ങളിലും വല്ലാതെയും അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ വൾഗറായ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു. എന്ന് മാത്രമല്ല, വൾഗറായ സെക്സ് സിനിമ നടിയാണെന്ന് കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം ചെയ്തു വരുന്നതാണ്. കൂടാതെ പ്രതിയുടെ വൾഗറായ സ്വന്തം വീഡിയോയുടെ കൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും നഗ്നമായതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ജനനേന്ദ്രിയങ്ങളും നഗ്നവയറും അരക്കെട്ടും മാറിടവും ഒക്കെ പ്രദർശിപ്പിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണ് പ്രതി ശ്വേതാ മേനോൻ. ഇങ്ങനെ പോകുന്നൊരു പരാതിയാണ്. ഇതിൽ ഇയാൾ പറഞ്ഞെങ്കിൽ ഒരു പരാതി പ്രതി നഗ്നയായ കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനോടൊപ്പം കാമസൂത്രയുടെ പരസ്യത്തിൽ വൾഗറായി അഭിനയിച്ച സെക്ഷൽ എക്സ്പ്ലിസിറ്റായ ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. കാമസൂത്രയുടെ പരസ്യം കൂടാതെ രതിർവേദം, പാലേരി മാണിക്യം സിനിമ തുടങ്ങിയിട്ടുള്ള കളിമണ്ണ് സ്വന്തം പരസ്യം ചിത്രീകരിച്ച് കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലും വൾഗറായ സെക്സ് വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രായപൂർത്തിയാകാത്ത മറ്റു പെൺകുട്ടികളടക്കം വീഡിയോകൾ പോൺ സൈറ്റ് വഴി പ്രചരിപ്പിച്ചു വരുന്നതാണ്. ഹോട്ട് ആൻഡ് സെക്സി വീഡിയോസ് ഓഫ് ആക്ട്രസ് ശ്വേതാ മേനോൻ എന്ന് യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ അത്തരത്തിലുള്ള വൾഗറും സെക്ഷൽ എക്സ്പ്ലിസിറ്റായ ഫോട്ടോയും വീഡിയോയും ലഭിക്കുന്നതാണ്. പിന്നെ ഇയാളൊരു കൂമ്പാരം ആയിട്ടുള്ള 10-20ഓളം വരുന്ന മറ്റേ ലിങ്കുകളാണ് ഈ പരാതിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് ഓൺലൈനിൽ ഐ ആം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്നിട്ട് ഈ പ്രതി പറയുന്ന വീഡിയോയും ഒപ്പം കാമസൂത്ര കോണ്ടം ഉപയോഗിച്ച് നഗ്നയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോയും 30 കോടിയോളം ആളുകൾ പോൺ സൈറ്റുകളിൽ കണ്ടിട്ടുണ്ടെന്ന് പ്രതി ശ്വേതാ മേനോൻ പറയുന്ന ഇടിക്കുറ്റി സായാഹ്ന ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന ഇൻ്റർവ്യൂവിൻ്റെ കോപ്പി ആയത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നിയത്, ഇത് നമ്മൾ സീരിയസ് ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ വൾഗറായിട്ടുള്ളൊരു പരാതിയാണ്, ഒരു കാര്യമില്ലാത്തൊരു പരാതിയാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹർജിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിയാണ്, പ്രതി ശ്വേതാ മേനോനാണ്. പിന്നെ ഇതിലൊരു സാക്ഷിയെ കൊടുത്തിട്ടുണ്ട്. ആ സാക്ഷിയുടെ പേര് സുനിൽ കെ ചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്, റിപ്പോർട്ടർ, ഇടിക്കുറ്റി സായാഹ്ന ദിനപത്രം എന്നാണ്. ഷിബിലി കേട്ടിട്ടുണ്ട് ഇടിക്കുറ്റി, കോഴിക്കോട് നിന്നാണ്. ഈ പരാതിയൊക്കെ യഥാർത്ഥത്തിൽ ഈ കോടതി എങ്ങനെയാണ് ഇത് അനുവദിച്ചതെന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത്. ഈ പരാതി മുഴുവൻ വായിച്ചു നോക്കിയാൽ ഇതിനേക്കാൾ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഞാനിപ്പോൾ ബൈ ചാൻസിന് കുറച്ച് കണ്ടുള്ളൂ. ഹാഷ്മി താജ് ഇബ്രാഹിം ഇദ്ദേഹത്തെ എടുത്ത് ശരിക്കും പറഞ്ഞ് ഉടുക്കുന്നുണ്ട്. ഇയാളോട് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണ് ഈ പറയുന്നത് ഹോട്ടസ്റ്റ് ശ്വേതാ മേനോൻ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ പോകുന്നത് ചോദിക്കട്ടെ. പുള്ളിക്ക് മറുപടിയില്ല. പുള്ളി പറയുന്നത് അറിയാതെ രണ്ട് കുട്ടികൾ പെൺകുട്ടികളെന്നല്ല ക്ഷമിക്കണം, അപ്പോൾ 2 കുട്ടികളിരുന്ന് ഇത്തരത്തിൽ ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളിരുന്ന് ഈ പോൺ വീഡിയോ കാണുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ്. എന്നിട്ട് ഇയാൾ പറയുന്നത് മാർച്ച് 1-ാം തീയതിയാണ് ഈ പരാതി കൊടുത്തത്, അതുകൊണ്ട് ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിന് ബന്ധമില്ലെന്നാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ അതുപോലെ കുക്കു പരമേശ്വരനെതിരെ ബാക്കിയുള്ള ആളുകൾക്കെതിരെ ഉള്ള നിരവധി പരാതികൾ വരുന്നത് ഇവരുടെ അകത്ത് നിന്നുള്ള ആളുകൾ തുടങ്ങിയിട്ടാണ്. ഈ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ സജിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നത് ന്യൂസ് 18 മറ്റൊരു പരാതി പറയുന്നുണ്ട്. ഇയാൾ ഭീഷണിപ്പെടുത്തി പണം ചോദിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. ആ സജിത്ര എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അലീഷ എന്ന് പറയുന്ന ഒരാൾ, അയാളിൽ ഇവർക്കൊരു കുട്ടിയുണ്ടെന്നും ആ അലീഷയ്ക്കെതിരെ ഇവർ പരാതി കൊടുത്തിട്ടെന്നും അങ്ങനെ പരാതി കൊടുത്തിട്ടുള്ള ആളുടെ ഒരു ഫോർച്യൂണർ, അയാളുടെ ഫോൺ നമ്പറൊക്കെ ആ വണ്ടിയുടെ നമ്പറൊക്കെ ആ പെൺകുട്ടി അതിനകത്ത് പറയുന്നുണ്ട്. ഞാനത് പറയുന്നില്ല. ആ നമ്പറൊക്കെ തന്നെ ആ നമ്പറുള്ള വണ്ടി ഈ മാർട്ടിൻ മേനാച്ചേരി ഓടിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പരാതി യഥാർത്ഥത്തിൽ ഇയാളെ ഏറ്റവും ആദ്യം ഷിബിലി ഇയാൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. പോലീസ് അപ്പം തന്നെ എടുത്ത് ചവിട്ടുകൊട്ടയിലിട്ടു. കാരണം പോലീസിന് മനസ്സിലായല്ലോ ഇത് രോഗമാണെന്നുള്ളത്. പിന്നെ ഇന്നലെ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദ്യം കേട്ട് ആകെ ശരിക്കും ചിരി വന്നു പോയി. നിങ്ങളോട് ആരാണിത് ഹോട്ടസ്റ്റ് ശ്വേതാ മേനോൻ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാനെന്ന് പറഞ്ഞത്? ഈ ലിങ്കുകൾ നിരോധിക്കപ്പെട്ട നിരവധി ലിങ്കുകളാണ്. ആ ലിങ്കുകളാണ് ഇയാൾ ഇതിൻ്റെ പുറത്ത് കൊടുത്തേക്കണം. ആ ലിങ്കുകളൊക്കെ എടുത്തു നോക്കി ഇയാൾ വലിയ കണ്ടെത്തൽ നടത്തിയെന്നാണ് പറയണം.
എന്നിട്ട് ആ സൈറ്റുകളിൽ നിന്നുള്ള പണം ശ്വേതാമേനോന് കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തൊരു അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞു വെച്ചേക്കണെന്നറിയാം. പിന്നെ ഏറ്റവും വലിയ ആധികാരികമായിട്ടുള്ള ഒരു സാക്ഷിയെ കൊടുത്തിട്ടുണ്ട്. അത് സുനിൽ എന്ന് പറയുന്ന മറ്റേ ഇടിക്കുറ്റി മാസികയുടെ റിപ്പോർട്ടറാണ്. ഇടിക്കുറ്റി സായാഹ്ന ദിനപത്രം. കുറ്റി എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇടി എന്തായാലും നാട്ടിൽ നിന്ന് കിട്ടും. അതോർത്ത് നമ്മൾ പേടിക്കാനില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീക്കെതിരെ അവരെന്തു ആരും ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അവർ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിനെന്ത് തെറ്റുള്ളത്? അവർ അതുപോലെ തന്നെ ഷിബിലി അറിയേണ്ടത് ഇയാൾ ഇതിൽ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ മറ്റേ ഇയാളുടെ സിനിമ ഉണ്ടല്ലോ നമ്മുടെ ബ്ലസീഡ, ആ സിനിമയിലാണല്ലോ എന്ത് ചെയ്തേക്കണത്, മറ്റേ ഗർഭിണിയായിട്ടൊക്കെ അഭിനയിച്ചേക്കണം. അതേ കുറിച്ച് 10-35 കൊല്ലം മുമ്പാണ് മറ്റേ ഇതിൽ അഭിനയിച്ചത്. ഈ കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അവർ അഭിനയിച്ചത്. എന്നിട്ട് ആ പരസ്യത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ വെച്ച് സെക്ഷുവൽ ഇൻ്റർകോഴ്സ്, ഇത് അഭിനയമല്ലേ ഷിബിലി? ഇയാൾ എന്തൊക്കെയാണ് ഇയാൾ എഴുതി വെച്ചേക്കണമെന്ന് അറിയാമോ? ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്നത് ശ്വേതാ മേനോൻ നേരെ ഹൈക്കോടതിയിലേക്ക് പോകണമെന്നാണ് ഇത് ഘോഷിക്കാൻ. ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഹൈക്കോടതി ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഇതെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുകയും മിക്കവാറും ഈ പുള്ളിക്കെതിരെ എന്തെങ്കിലും ഫൈൻ ഈടാക്കുകയും ചെയ്യും. പോലീസിന് പിന്നെ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന് കേസിലാതിരിക്കാൻ പറ്റില്ല. കേസ് അങ്ങോട്ട് ഇടുന്നു. അതിൻ്റെ എല്ലാ ചാനലുകളിലും ഉടനടി വാർത്തയാണ്. ചാനലുകൾക്ക് ഒരു മര്യാദ കാണിക്കണ്ടേ? ചാനലുകൾ ഇത് കൊടുക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ ബോധം കാണിക്കണ്ടേ? പിന്നെ പാലേരി മാണിക്യം, അതുപോലെ മറ്റ് സിനിമകൾ, പാലേരി മാണിക്യത്തിൽ അഭിനയിച്ചേക്കണം വൾഗറായിട്ടാന്ന് പറഞ്ഞാൽ അപ്പം മമ്മൂട്ടിക്കെതിരെയും കേസെടുക്കും. എന്താണെങ്കിലും ഞാൻ ഈ പുള്ളിയെ സമ്മതിച്ചിരിക്കണം. കാരണം പുള്ളി എല്ലാ പോൺ സൈറ്റിലും കയറി സെർച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളി എല്ലാ പോൺ സൈറ്റിലും കയറി സെർച്ച് ചെയ്ത് ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഭയങ്കര വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. പുള്ളി ഒരു റിസർച്ച് സ്കോളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യം. ഇവിടെ ന്യൂഡായിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്ന കാര്യമില്ലേ? രതി നിർവേദം എന്ന് പറഞ്ഞ സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അതെടുത്ത് വേറെ ആരെങ്കിലും പോൺ സൈറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിവിടെയുള്ള നിയമത്തിൽ നിങ്ങൾ പരാതി കൊടുക്കുക. അല്ലാതെ അതിൽ നിന്ന് ശ്വേതാ മേനോൻ ഇനി അത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ ശ്വേതാ മേനോൻ പണം മേടിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം തെളിയിക്കാൻ ഇങ്ങനെ കൊണ്ടുപറ്റുമോ? സത്യത്തിൽ നമ്മുടെ നാട് വല്ലാത്തൊരു പോക്കിലേക്കാണ്. ആർക്കുമെതിരെ ഇതുപോലെ എന്ത് മര്യാദ കേടും ആർക്കും എന്ത് ചെയ്യാം. ഇനി കോടതി ആ സാക്ഷിയെ വിസ്തരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. ഏത് ഇടിക്കുറ്റി സായാഹ്ന ദിനപത്രത്തിൽ എന്ത് ഇടിക്കുറ്റിയോ കരണക്കുറ്റിയോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദങ്ങൾ പോകുന്നത് അമ്മയുടെ ഇലക്ഷനിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമ്മ എന്നൊക്കെ പറയല്ലേ ഷിബിലി? അമ്മ എന്ന് പറഞ്ഞ് ജീവിക്കുക, അമ്മ എന്നൊക്കെ പറയല്ലേ? അതിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സാർ? അല്ല, അതൊക്കെ ഉറപ്പായിട്ടും ഇത് ഏമമ്മ. ഏറ്റവും വലിയ എനിക്ക് ഇത് തോന്നിയത് ദേവനാണ്. ദേവൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെറും അസംബന്ധവും ആഭാസം നിറഞ്ഞുമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണങ്ങളൊക്കെ തന്നെ. ദേവനാണ് ആർക്കെതിരെ മത്സരിക്കുന്നത്? ശ്വേതാ മേനോനെതിരെ മത്സരിക്കുന്നത്. അത് പറയാനുള്ള മര്യാദ ദേവൻ കാണിച്ചിട്ടുണ്ട്. കാരണം ദേവൻ എന്തായാലും ഇത്ര മണിക്കൊന്നും നിൽക്കാതെ വന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷിബിലി, ചില ആരോപണ വിധേയരായിട്ടുള്ള ചില ആളുകൾ മാറേണ്ടി വന്നു. ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മാറണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ആരോപണം ശ്വേതക്കെതിരെ ഇരിക്കട്ടെ. മനസ്സിലായ? ശ്വേത മറ്റേ മഹത്തരായിട്ടുള്ള സ്ത്രീയാണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയാൻ പാടില്ല. നമുക്ക് ഒരു തെറ്റ് പരിചയമൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അവർ മോശക്കാരിയാണെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്കറിയില്ല അവരെക്കുറിച്ച്. നമ്മൾ അവരെക്കുറിച്ച് അന്വേഷിക്കാനും തയ്യാറില്ല. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും ഇത് ശരിക്കും പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയ ഈ പരാതി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും ഇത് ഒരു ബേസും ഇല്ലാത്തൊരു പരാതിയാണെന്നുള്ളത്. ഒരടിസ്ഥാനവും ഇല്ലാത്ത വെറും വീരകെട്ട പരാതിയാണെന്ന് മനസ്സിലാവും. പക്ഷേ ആ പരാതിയുടെ പിന്നിൽ എന്ന് പറയുന്നത് ഷിബിലി പറഞ്ഞ പോലെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. ഇത് AMMA സംഘടനയിൽ നേരത്തെ ഉണ്ടായ സംഭവം എന്താ ഷിബിലി? മോഹൻലാൽ മത്സരിക്കുന്നു, ഇന്നസെന്റ് മത്സരിക്കുന്നു, അത്തരത്തിൽ സിദ്ദിഖ് മത്സരിക്കുന്നു ഒക്കെ പ്രബലരായിട്ടുള്ള ആളുകളാണ്. ഒരു എതിർപ്പ് കൂടെ സാധ്യമല്ല. അതൊരു ഏകാധിപത്യ പ്രവണതയുള്ള സംഗതികളാണ്. ഇപ്പോൾ മോഹൻലാൽ വന്ന് മത്സരിക്കുന്നു പറഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒരു പ്രസക്തിയും ഇല്ല. കാരണം മോഹൻലാലിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും അതിനകത്ത് വെക്കാൻ പറ്റും?
ഒരു നായക നടൻ്റെയും വിഷയം അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു അയ്യോ അയാളോ എന്ന് ചോദിച്ചാൽ പോലും അവരെ കട്ട് ചെയ്യും. കാരണം ഇവരുടെ ഡേറ്റ് കിട്ടലാണ് പ്രധാനം. ഇൻഡസ്ട്രി നിലനിൽക്കുന്ന ഓരോ സിനിമയും ഉണ്ടാകുന്നത് നടൻ്റെ ഡേറ്റ് കിട്ടുന്നതോടുകൂടിയാണ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് അവരെ ഒരു കാരണവശാലും അവർ എതിർക്കാൻ പറ്റില്ല. രണ്ടാം നിര ആളുകളുണ്ടെങ്കിൽ പോലും ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജോ കുഞ്ചാക്കോ ഓവനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയും നിൽക്കുന്ന അത്രയും ഒരു അപ്രമാദിത്വം ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും ഇവർ ഇല്ല. പിന്നെ ഇപ്പം ആരാ അതിൻ്റെ താഴെയുള്ള ആളുകളാണ്. അപ്പോൾ വലിയ തോതിൽ ഇപ്പം യഥാർത്ഥ മത്സരം നടക്കുകയാണ് അവിടെ. കാരണം യഥാർത്ഥത്തിൽ ആരെയും ഭയക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുകയാണെങ്കിലും ഈ മത്സരം നടക്കുകയാണ്. മത്സരം നടക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞാൽ സംഘടനക്കകത്ത് ഏതാണ്ട് 8 കോടി രൂപ കിടക്കുന്നുണ്ട്. അതിൽ 1.5 കോടി രൂപയുടെ GST അടക്കാനുണ്ട്, കുടിശ്ശികയുണ്ട്. അതും കൂടി അടച്ചു കഴിഞ്ഞാൽ ബാക്കി 5-8 കോടി രൂപ എടുത്ത് എന്ത് ചെയ്യാം? ഇപ്പോൾ അവിടെ ഏതാണ്ട് 5-6 ലക്ഷം രൂപയാണ് മാസം ചെലവിന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 20-25 ലക്ഷം രൂപ വരെ മാസം ചെലവിന് വരുന്നുണ്ട്. അവിടെ ആ AMMയുടെ അടുത്ത് തന്നെയുള്ള വേറൊരു റൂം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബാറായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ചില കിംവദന്തികളുണ്ട്. നമുക്കറിയില്ല ശരിയാണോ. ഓക്കെ, ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് തെളിവില്ലാത്തത് കൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളത് തെളിയിക്കാനൊന്നും നടക്കൽ ബാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഇതായിട്ടുള്ളൊരു സംഘടനയാണിത്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഈ സംഘടനയിൽ എന്ത് കിടന്നാലും നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെ, മഴയത്തും മുമ്പേൽ ശ്രീനിവാസൻ പറയുന്നൊരു ഡയലോഗുണ്ട്. അപ്പുറത്ത് ആനയൊക്കെ താമസിക്കുന്ന ഒരു കെട്ടിടത്തെക്കുറിച്ച് പറയുന്നത്, അപ്പുറത്ത് അവിടെ തീ പിടിച്ചു എന്ന് വിചാരിക്കും, നമ്മളങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നത്. സത്യത്തിൽ അതുപോലൊരു പ്രസ്ഥാനമാണിത്. അല്ലാതെ ഇതിലെ അൻസിബ ഹസനൊക്കെ ഒരു തവണ ഈ അൻസിബ ഹസൻ സ്മൃതി പരുത്തിക്കാടിനോട് പറയുന്നുണ്ട്, നിങ്ങൾ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് തമ്മിൽ സംസാരിക്കാം, അല്ലെങ്കിൽ AMM എന്നാണ് പറയുന്നതെങ്കിൽ സംസാരിക്കുന്നത്. നമുക്ക് AMM എന്ന് പറയാനേ സൗകര്യമുള്ളൂ. ഇവരൊന്നും നമ്മളോട് എന്ത് ചെയ്യണ്ട, സംസാരിക്കണ്ട. ഇനി ശ്വേതാ മേനോൻ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഭയങ്കര ഗംഭീരമായിട്ടുള്ള വ്യത്യാസം നടക്കും, അത് ഭയങ്കര സ്ത്രീപക്ഷ സംഘടനയാവും എന്നുള്ള മണ്ടം വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ ഒറ്റക്കാരും ശിവലിയോട് പറയാണ്ട് ഈ സംഭവം എന്താണ്, ഈ പരാതി അങ്ങേയറ്റം അസംബന്ധമാണ്. ഹൈക്കോടതി ചെല്ലുമ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഹൈക്കോടതി വല്ല സ്വമേധയാ ഈ പരാതിക്കാരനെതിരെ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും അത് സംഭവിച്ചാൽ ഭലേ പേഷ്.